ഇതുപോലെ നീ ഇടുന്നോ അത് മതി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഇത് ദീപാവലിയുടെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ്. കുറച്ച് ലേറ്റായി പോയി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ എനിക്ക് സൗണ്ടൊക്കെ ഇത്തിരി അടങ്ങിയിരിക്കുകയാണ്, ജലദോഷത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം അന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. രാവിലെ എണീറ്റു, മോനൂട്ടനും അമ്മയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നേ. എനിക്കിപ്പോൾ രാവിലെ ചായ എന്നുള്ളതിനേക്കാളും ഒരു കോഫി കിട്ടിയാൽ കൊള്ളാം എന്നൊരു തോന്നലാണ്. അപ്പോൾ രാവിലെ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫീൽഡ് വർക്കുള്ള ദിവസമാണ്, സലൂണിൽ പോകണം. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദിവസമാണ്. നൈറ്റ് പൊന്നു വരും. പൊന്നു എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പം കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, ബാക്കി കുറച്ച് പേർക്ക് അത് പുതിയൊരു കഥാപാത്രമായിരിക്കും. അങ്ങനെ രാവിലെ എണീറ്റു, ചായയൊക്കെ ഇട്ട് കുടിച്ച് ദാ ഇവിടെ വന്നിരുന്ന് ചൂട് കോഫിയും കൊണ്ട് ദാ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പ്രകൃതി രമണീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ചൂട് കോഫി ഇങ്ങനെ ഊതിയാറ്റി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു വൈബുണ്ട്. ആ ഒരു ഫീലിലാണ് കേട്ടോ ഞാൻ അപ്പോഴേ ഇരുന്നത്. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ടുള്ള കുറച്ച് കലാപരിപാടികളിലോട്ട് കടന്നു. അപ്പോൾ നാളെ ദീപാവലിയാണ്. അപ്പോൾ ഇന്ന് അമ്മ ഇങ്ങനെ അരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെയൊക്കെ ദീപാവലിയുടെ അന്ന് രാവിലെ ദോശയും സാമ്പാറിനേക്കാളും ഞാൻ കേട്ടിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഇറച്ചിക്കറി എന്നാണ്. പക്ഷേ ഇവിടെ അമ്മ പറയുന്നത് ദോശയും സാമ്പാറുമാണ് കൊച്ചുനാൾ മുതലേ നമ്മളവിടെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ചില ഏരിയകളിൽ ചിക്കൻ കറി അല്ലെങ്കിൽ ഇറച്ചിക്കറി വെക്കാറുണ്ട് കേട്ടോ. തലേ ദിവസത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വെച്ചിട്ട് ബാക്കിയുള്ള കലാപരിപാടികളിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പാത്രങ്ങൾ അല്ലെങ്കിൽ കുമിഞ്ഞു കൂടി കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പാത്രങ്ങൾ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അതൊക്കെ ഒതുക്കി വയ്ക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തോ അത് ചെയ്യുമ്പോൾ നല്ലൊരു മനസ്സുഖമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പറയല്ലോ, അരിയും ഉഴുന്നും ഇട്ട് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തേക്ക് കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 3 പേരല്ലേ വീട്ടിലുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് മാവ് ആട്ടി വെച്ച് അല്ലെങ്കിൽ അരി ആട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാറുണ്ട്. ഇതെനിക്ക് പണ്ടറിയത്തില്ലായിരുന്നു. മാവ് പുളിച്ചതിന് ശേഷം 2-3 പാത്രങ്ങളിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എടുക്കാമെന്ന്. എനിക്ക് പണ്ട് ഈ ടെക്നിക്ക് അത്ര ഇവിടുത്തില്ല. അന്നന്നത്തേക്ക് അരി ആട്ടി ഉപയോഗിക്കാറാണ് പതിവ്. പക്ഷേ മിക്ക പേരുടെ വീട്ടിലും ഇങ്ങനെയാണ്, കുറച്ച് ദിവസത്തേക്ക് ആട്ടി ഇങ്ങനെ വെച്ചേക്കും, ഫ്രിഡ്ജിൽ വെച്ചേക്കും. അപ്പോൾ ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് അന്നേ ദിവസത്തേക്കുള്ള കാപ്പിക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്ത് കലക്കി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാനത് ഇഡ്ഡലി അവിക്കാമെന്നാണ് വിചാരിച്ചത്. സാധാരണ ആട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ എടുക്കുന്നത് ദോശയ്ക്കായിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് ഉറങ്ങി കട്ടിയായിട്ടിരിക്കുക. അപ്പോൾ ഇഡ്ഡലിക്ക് പരിവമായിട്ടുള്ള മാവായിരിക്കേ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഡയറക്റ്റ് മാവ് കോരി വെച്ച് കഴിഞ്ഞാൽ ഇളവി വരാൻ ചിലപ്പോൾ പാട് കാണിക്കാറുണ്ട്. അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ച് ആകെ ഒരുമാതിരി ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് നല്ലെണ്ണ തടവി കൊടുത്തതിന് ശേഷം മാത്രം മാവ് ഒഴിച്ച് കൊടുക്കാറാണ് പതിവ്. അതാകുമ്പോൾ സ്പൂൺ കൊണ്ട് ജസ്റ്റ് തൊട്ടാൽ മതി, അപ്പോഴേ ആ ഇഡ്ഡലി ഇളവി വരും കേട്ടോ. ചില ദിവസങ്ങളിൽ വീട്ടിൽ മുട്ട അവിക്കാൻ വേണ്ടിയിട്ട് കാണും. അപ്പം ആ ദിവസങ്ങളിൽ ഇപ്പോൾ ഇഡ്ഡലിയോ അല്ലെങ്കിൽ പറയും പോലെ വേറെ ആവിയിൽ വേവിക്കുന്ന ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പുട്ടോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ വെള്ളത്തിൻ്റെ തട്ടിൽ കുറച്ച് മുട്ടയൊക്കെ വേവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 മുട്ടയൊക്കെ വേവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകം വേവിക്കേണ്ട കാര്യമില്ല. പണ്ടൊക്കെ നമ്മൾ അരിയിലിടുമായിരുന്നു, ഇപ്പോൾ അരിയിലിടൊക്കെ ഇല്ല. ഇപ്പോൾ ഇങ്ങനെയാണ്, രാവിലെ അങ്ങ് മുട്ട അവിച്ച് വയ്ക്കും. ചിലപ്പോൾ മോനൂട്ടൻ കഴിക്കും, ചിലപ്പോൾ ഞാൻ കഴിക്കും. അമ്മ നാടൻ മുട്ടയാണെങ്കിൽ കഴിക്കത്തില്ല, അല്ലാതെ വെള്ളമുട്ട ഉണ്ടല്ലോ അത് കഴിക്കും. അപ്പോൾ ഇന്നിപ്പോൾ മുട്ട ഇടണമെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ പറയും ഇന്നിപ്പോൾ ഇടണ്ട. ചില സമയത്ത് വസൂട്ടന് കഴിക്കാൻ വേണ്ടി തോന്നും, ചില സമയത്ത് അവന് മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നാറില്ല. പ്രത്യേകിച്ച് അവിച്ച മുട്ടയിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അതും ചില സമയങ്ങളിൽ കേട്ടോ. ഞാൻ പാത്രങ്ങൾ കഴുകിക്കൊണ്ട് നിന്ന സമയത്താണ് പെട്ടെന്ന് ടക്കര ഓർമ്മ വന്നത്. അപ്പോൾ ഇഡ്ഡലിക്ക് മാവ് കോരി വെച്ചിട്ട് ബാക്കി പാത്രങ്ങൾ വന്ന് കഴുകാമെന്ന്. അപ്പോൾ സമയം കുറച്ച് ലാഭിക്കാമല്ലോ. എന്തായാലും 2 അടുപ്പും ഫ്രീ അല്ല, 2 അടുപ്പിൽ സാധനങ്ങളുണ്ട്. ഒരു അടുപ്പിൽ ഞാൻ ചൂടുവെള്ളം വെക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ രാവിലെ എണീറ്റ് വന്നാൽ എല്ലാവർക്കും ഇവിടെ ചൂടുവെള്ളമാണ്. പണ്ടത്തെ വീട്ടിൽ, പഴയ വീട്ടിലാണെങ്കിൽ പച്ചവെള്ളം കുടിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പച്ചവെള്ളം കുടിയില്ല, ചൂടുവെള്ളമാണ് കൂടുതൽ കുടിക്കാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് തൊണ്ടയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളും ഇല്ല. മറ്റേത് കിടക്കാറാകുമ്പോൾ ഞാൻ വന്നൊരു പൈപ്പ് തുറന്നിട്ടിട്ടുള്ള കുടിയുണ്ട്. പക്ഷെ അതാണ് നമുക്ക് പെട്ടെന്ന് ദാഹം നിൽക്കുന്നത്.
അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ചൂടുവെള്ളമാണ് കുടിക്കാറ്, അല്ലാതെ തണുത്ത വെള്ളം കുടിക്കാറില്ല. അതിലെന്തെങ്കിലും പൊടി, ഇപ്പം ഞാൻ ജീരകപ്പൊടി അല്ല ജീരകമാണ് ഇട്ടത്. അതിൽ ജീരകമോ ഗ്രാമ്പുവോ പതിമുഖമോ എന്തോന്നെങ്കിലും എടുത്തിട്ടിട്ടാണ് തിളപ്പിച്ചെടുക്കാറ് കേട്ടോ. വെറും പച്ചവെള്ളം തിളപ്പിച്ചെടുക്കാറില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഏലക്കയൊക്കെ ചിലപ്പോൾ ഇടാറുണ്ട്. പിന്നെ രാവിലെ വന്നു, ഫ്രണ്ട് ഡോർ ഇപ്പം തുറക്കുന്നതേ ഉള്ളായിരുന്നേ. തുറന്ന് തൂത്ത് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള കലാപരിപാടികൾ ചെയ്യാമെന്ന് കരുതി. പിറ്റേ ദിവസം ദീപാവലിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ മുറ്റം നല്ല വൃത്തിയായി കിടപ്പുണ്ട്. പക്ഷേ നാളെ അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്നല്ല, നാളെ അങ്ങനെ അല്ല. കാരണം ദീപാവലിക്ക് പടക്കമൊക്കെ പൊട്ടിച്ച് ആകെ കുളമായിട്ടായിരിക്കും മുറ്റം കിടക്കുന്നത്. ഇതൊരു സാരിയാണ്, അപ്പോൾ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാരി ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചു, പിന്നീട് ചെയ്യാമെന്ന്. ഇത് ട്രൈപോഡാണ്, നല്ല പ്രോഡക്റ്റാണ്. ഇതിൻ്റെ അടുത്ത് ഒരുപാട് പേര് ട്രൈപോഡ് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രൈപോഡാണ് ഇതിപ്പം. കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 900 സംതിങ് 1000 അടുപ്പിച്ചായി. പക്ഷേ ഞാൻ അതിലാണ് ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രൈപോഡാണ്. വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി, ഞാൻ ലിങ്ക് ഇട്ടേക്കാം. കുറച്ച് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആവിയിൽ പറക്കുന്ന ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി ഇതിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇളവി വരികയും ചെയ്യും. അതായത് സൈഡിലൊന്നും വലുതായിട്ട് അങ്ങ് പിടിക്കുകയില്ല, തണുക്കുകയും ചെയ്യും. അതിന് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തതാണ്. ചില സമയത്ത് അമ്മ ഈ ഇഡ്ഡലി പാത്രം, അതായത് ഇഡ്ഡലി തട്ട് കമിഴ്ത്തിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് പെട്ടെന്ന് ആ ചൂടങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കിടന്ന് ഞാൻ അന്തസ്സായിട്ട് തപ്പുന്നുണ്ട്. അമ്മയോട് ചോദിച്ചു മീൻ വേണമെന്ന്. അപ്പോൾ പറയും മീൻ വേണം എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ താക്കോലാണ് ഈ കിടന്ന് തപ്പുന്നത്. സ്കൂട്ടിയുടെ താക്കോൽ എവിടെയെങ്കിലും കൊണ്ടങ്ങ് വെക്കുന്നത് മിക്കതും ഫ്രിഡ്ജിൻ്റെ മണ്ടയിലോ, ഫ്രിഡ്ജ് നോക്കാൻ പോയ പോക്കാണ് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ മണ്ടയിലോ അല്ലെങ്കിൽ ഹാളിലോ ആയിരിക്കും, വേറെ എങ്ങും കൊണ്ട് വയ്ക്കില്ല, അല്ലെങ്കിൽ ബാഗിനകത്ത്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് ഇങ്ങനെ തപ്പിയാണ്. അപ്പോൾ സമയത്തിന് കിട്ടണതുമില്ല. ഇത് കടയുടെ താക്കോലായിരുന്നേ. അങ്ങനെ ഞാൻ സമയമായി കിട്ടണതുമില്ല, ഇതെവിടെ പോയി കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയാണ്. എന്നും അമ്മ എന്നെ പഴി പറയണത് അതിനാണ്, എവിടെയെങ്കിലും കൊണ്ട് വെച്ചോളൂ എന്നിട്ട് നോക്കിയില്ലെന്ന്. അപ്പം ഞാൻ അമ്മയടുത്ത് പോയി ചോദിച്ച് എൻ്റെ സ്കൂട്ടിയുടെ കീ കണ്ടോന്ന്. അപ്പോൾ പറയും ഇങ്ങനെ തയ്യൽ മെഷീൻ്റെ അവിടെ ഇരിക്കുകയാണെന്ന്. അതാണ് ചിരിച്ചുകൊണ്ട് പോയത് കേട്ടോ. മിക്കപ്പോഴും അങ്ങനെയാണ്, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. അമ്മ ചിലപ്പോൾ അത് ഒന്ന് സൂക്ഷിച്ച് വെക്കാറുണ്ട്. ചില സമയത്ത് വസൂട്ടിൻ്റെ കൈകളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ തയ്യൽ മെഷീൻ്റെ പിറകെയാണ് കീ ഇരുന്നത്. അങ്ങനെ അതും എടുത്തിട്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ വസൂട്ടനും കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല മീൻ വാങ്ങിക്കാൻ പോകുന്നത്, വസൂട്ടനും കൂടെ ഉണ്ടാവും. കാരണം അവർ മീൻ വാങ്ങിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ചന്തയിൽ പോകാൻ ആദ്യം ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ ആൾക്ക് ചന്തയിൽ പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ എൻ്റെ സമയമൊക്കെ ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പോയി മീൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് പോയതാണ്. അവിടെ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വസൂട്ടിനെയും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം. അപ്പം പറയണ മീനേ വാങ്ങിക്കാവുള്ളൂ. ആദ്യം കുഞ്ഞു മീൻ, അതായത് നമ്മൾ നെത്തോലി മീൻ വാങ്ങിക്കുമായിരുന്നു. ഇപ്പം നെത്തോലി വേണ്ട, അവന് പല ഐറ്റം മീനുകളോടാണ് താല്പര്യം. ഇന്നായപ്പോൾ അവിടെ എൻ്റെ സമയപ്പശകിന് ഞണ്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞണ്ടും വാങ്ങിച്ചു. കുഞ്ഞു ഞണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര കുഞ്ഞു ഞണ്ടായിരുന്നു. അത് വാങ്ങിക്കാതെ വരാൻ ഒരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ട് ഞണ്ട് വാങ്ങിച്ചു. കാരണം അവിടെ കിടന്ന് അലുമ്പാവും. അതുകൊണ്ട് ഞണ്ട് പേരിന് വേണ്ടി കുറച്ചേ വാങ്ങിച്ചോളൂ. എനിക്കറിയാമായിരുന്നു അമ്മ എന്നെ നന്നായിട്ട് ചീത്ത പറയുമെന്ന്. അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നീ ചുമ്മാ ഈ അഴുക്ക ഞണ്ടൊക്കെ വാങ്ങിക്കേണ്ട വല്ല കാര്യം ഉണ്ടാകുന്നു പറഞ്ഞുകൊണ്ട് എന്നെ കിടന്ന് ചീത്ത പറയുന്നുണ്ടായിരുന്നു. വലിയ ഞണ്ടാണെങ്കിലും കുഴപ്പമില്ല, ഇതിപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല, കറി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാകത്തില്ല എന്നും പറയും. പക്ഷേ കുഴപ്പമില്ല, അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അത് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ച്, അത് പിന്നീടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോയി ഫ്രിഡ്ജ് തുറന്നപ്പം 1 ഇഞ്ച് സ്ഥലമില്ല. അപ്പോൾ ഞാൻ കരുതി പിന്നെ വേണ്ട, അത് വെളിയിൽ തന്നെ ഇരിക്കട്ടെ എന്ന്. കാരണം ഞാനിപ്പോൾ എന്തായാലും ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകണു, അത് വൃത്തിയാക്കാനുള്ള സമയമില്ല. പെട്ടെന്ന് ഹറിബറിയായി കുളിച്ച് റെഡിയായിട്ട് വന്ന് എന്താ പറയുക, ഇഡ്ഡലിയൊക്കെ ഒന്ന് ചവച്ചരച്ച് കഴിക്കാൻ പോലും ഉള്ള സമയമില്ലാതെ വലിച്ച് വാരി വീഴുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് നിന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പല ആംഗിളിലാണ് കൊണ്ടുവന്ന് വീഡിയോ വെക്കുന്നത്, അല്ലെങ്കിൽ ക്യാമറ വെക്കുന്നത്. അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള കുറച്ച് സമയം പോവും. വീഡിയോ എടുക്കണമെങ്കിൽ പൊതുവേ സമയം പോവാറുണ്ട്. അങ്ങനെ നേരെ സലൂണിലോട്ട് വന്നു. ഇവിടെ നമുക്കൊരു റുട്ടീനുണ്ട്. രാവിലെ വന്ന് തുറന്ന് വിളക്ക് കത്തിച്ച്, അതായത് തൂത്ത് വൃത്തിയാക്കി വിളക്ക് കത്തിച്ച് വേണം പിന്നെ ബാക്കിയുള്ള കലാപരിപാടികൾ. അപ്പം രാവിലെ വന്നാലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നിനും സമയം ഉണ്ടാകത്തില്ല തുടയ്ക്കാനോ തൂക്കാനോ ഒന്നും. ഇവിടെ ഭയങ്കര പൊടിയാണ്. പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു കൺട്രോൾ ഇല്ലാത്ത പൊടിയാണ്. അപ്പോൾ ഡെയിലി തൂത്ത് തുടയ്ക്കലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അത് പുറമേ ആണെങ്കിലും അകമേ ആണെങ്കിലും. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ പൊടി കാരണം നിവർത്തിയില്ല. എന്തുകൊണ്ട് പൊടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റീസൺ പറയാം.
അപ്പോൾ സ്റ്റാഫ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ എനിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീർത്ത് വരികയായിരുന്നു കേട്ടോ. ഇപ്പോൾ രാവിലെ ഈ പൊടി വരാനുള്ള കാരണം ഇപ്പോൾ വെഞ്ഞാറമൂട് പണി നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കൂടുതലും KSRTC, കൂടുതലും അല്ല എല്ലാ KSRTC ബസ്സുകളും യാത്ര പോകുന്നത് ഇതുവഴിയാണ്, നെടുമങ്ങാട് പുത്തമ്പാലം. അത് ഓൾറെഡി പണ്ട് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ കൂടാതെ തന്നെ തിരുവനന്തപുരവും ബസ് പോകുന്നത് ഇതുവഴിയാണ്, സൂപ്പർ ഫാസ്റ്റ് ലോക്കൽ. അതിൻ്റെ പൊടിയാണ് ഈ അടിച്ച് കയറുന്നത്. പക്ഷേ ഒരു മയവും ഇല്ലാത്ത പൊടികളാണ് കേട്ടോ. ഇത്രയും പൊടികളുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അത്രയ്ക്ക് പൊടികളാണ്. അല്ലെങ്കിൽ ഞാനിത് ഫുള്ള് ഗ്ലാസ് ഇടാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് ഡെയിലി തൂത്ത് തുടയ്ക്കുക, അത് കുഴപ്പമില്ല എന്നാൽ. പക്ഷേ നമുക്ക് ഈ തിരക്കുള്ള സമയങ്ങളിൽ അതൊന്നും നടക്കത്തില്ല കേട്ടോ. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വിളക്കൊക്കെ കത്തിച്ച് വന്നതിന് ശേഷം എൻ്റെ ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഹെയർ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ വന്നത്. പക്ഷേ ഹെയർ ഡാമേജ് പറഞ്ഞു കൊടുത്ത് ഇനി സ്മൂത്ത് ചെയ്യുകയാണെങ്കിൽ ആ മുടിയിലൊന്നും കാണൂല എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും സ്പാ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബൊട്ടോക്സ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അകത്ത് ഞാൻ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നേ, പുറമേ തുടച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കസ്റ്റമറിന് സ്പായൊക്കെ ചെയ്ത് കൊടുത്ത് അപ്പോൾ വെയിറ്റിംഗ് ടൈമിൽ ഞാൻ ഇവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോഴത്തേക്കും സ്റ്റാഫും വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇവിടെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഹരിതാവയും പച്ചപ്പും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെടികൾ അത്രയും പൊടി അടിച്ച് വാടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താലും എപ്പോഴും ഇങ്ങനെ പൊടി അടിക്കുന്നത് കൊണ്ട് അതാകെ കുളമായി ഇരിക്കുകയാണ്. ഡെയിലി ഇലകൾ തുടച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ദാ ഈ കമ്പിയിലും, അതായത് ഈ കമ്പിയിലൊക്കെ പിടിച്ചായിരിക്കും ആൾക്കാർ കയറി വരണത്. അപ്പം രാവിലെ വന്ന് ഇങ്ങനെ കമ്പികളൊക്കെ തുടച്ച് ഇതൊരു ടൈം ടേബിളാണ്, ഇതൊരു റുട്ടീനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ വേണ്ടി പറ്റത്തില്ല, കാരണം എല്ലാം അർജൻറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ കമ്പി അത്രയും തൂത്ത് തുടച്ച് താഴെ വരെ തൂത്ത് ഇറക്കി വൃത്തിയാക്കിയാൽ അവിടെ വൃത്തിയാവത്തുള്ളൂ. എന്നിരുന്നാലും ഒരു 2 മണി 3 മണി ആകുമ്പോൾ നോക്കണം ഇതിൽ പൊടിയിരിക്കണത് കാണണം. എൻ്റെ പൊന്നു എന്തൊരു പൊടിയാണെന്ന് അറിയാമോ. എന്നിരുന്നാലും ഇറങ്ങാൻ നേരത്ത് നമ്മൾ തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. ആദ്യമൊക്കെ അങ്ങനെ ഇല്ലായിരുന്നു. ഇറങ്ങാൻ നേരത്ത് നമ്മളങ്ങ് ഇറങ്ങി ഷട്ടർ അടച്ചിറങ്ങി പോകത്തേ ഉള്ളായിരുന്നു. അഥവാ മെസ്സി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ വൃത്തിയാക്കുള്ളൂ. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. രാവിലെ വൃത്തിയാക്കും, രാത്രിയും വൈകുന്നേരം നമ്മൾ ഇറങ്ങാൻ നേരത്തും 6:30-7 മണിയാവും, അപ്പോഴും വൃത്തിയാക്കും. ശരിക്കും പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിവിടെ നിൽക്കുമ്പോഴത്തേക്കും കാണുന്നുണ്ടായിരിക്കും അവിടെ നിന്ന് ഇഷ്ടം പോലെ വണ്ടികളാണ് ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കിന്ന് ഫീൽഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ക്ലീനിങ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി ഫ്രഷ് ആവാൻ വേണ്ടി അത് ജസ്റ്റ് മുഖമൊക്കെ കഴുകി പിന്നെ സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫേസ് വാഷ്, ടോണർ, മോയ്സ്ചറൈസിങ് ക്രീം, സൺക്രീം, ഇതൊക്കെ എൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. അങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊന്നും അല്ല, ഇത് സ്ഥിരം ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ആണ് ഞാൻ ഈ ഫീൽഡ് വർക്കിന് ഇറങ്ങുന്നത്. കാരണം സൺക്രീം യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സണ്ണിലോട്ട് ഇറങ്ങിയില്ലെങ്കിൽ, അതായത് നമ്മളിപ്പോൾ സൂര്യപ്രകാശം അടിക്കുന്നില്ലെങ്കിൽ സ്കിന്ന് നല്ല രീതിയിൽ ഡാമേജ് ആക്കുവേ. അങ്ങനെ ധന്യയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധന്യ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഓൾറെഡി ഒരു 5 മിനിറ്റ്സോളം ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധന്യയെ വിളിച്ചു. അപ്പോൾ പറയും ഞാൻ ഇനിയിപ്പോൾ നേരെ കാര്യത്തോട്ട് പോകണം. അവിടെ വണ്ടി വെച്ചിട്ടാണ് നമ്മൾ നേരെ ഫീൽഡ് വർക്കിന് വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ഈ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് മാർക്കറ്റാണ്. അപ്പം ബുധൻ ശനി ദിവസങ്ങളിലാണ് മാർക്കറ്റ് ഉള്ളത്. ആ സമയത്ത് റോഡ് നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. വെഞ്ഞാറമൂട് മേൽപ്പാലം വരുന്നത് കൊണ്ട് ഗതാഗത നിയന്ത്രണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ കംപ്ലീറ്റ് വണ്ടികളും പോകുന്നത് കേട്ടോ. ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് പെരപ്പങ്കോടോട്ടും പോകാൻ പറ്റും, നമുക്ക് നെടുമങ്ങാട് പുത്തമ്പാലം റോഡ് ആ റോഡിലോട്ടും പോകാൻ പറ്റും, ആ റൂട്ടിലോട്ടും പോകാൻ പറ്റുമേ. അപ്പോൾ പിന്നെ ഒരു ലെൻസ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലെൻസ് കാർട്ടിൽ വന്ന് ലെൻസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നേരെ ധന്യയുടെ അടുത്തോട്ട് പോയേ. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പല്ലിലടിച്ച്, എൻ്റെ ചുണ്ടിലോ പല്ലിലോ കൊണ്ട് അടിച്ചൊരു പ്രാണി ഇങ്ങനെ കവിളിലോട്ട് പോയേ. അപ്പോൾ നല്ലൊരു കുത്ത് കിട്ടി. ഞാൻ വിചാരിച്ചു വല്ല എന്താ പറയുക കടന്തലോ മറ്റതോ ഒക്കെ ആയിരിക്കും പേടിച്ചു പോയി. അപ്പോൾ ചെറിയൊരു കുത്തൽ കിട്ടി. ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. ശരിക്കും എന്തോ ഒരു ആണി തറച്ച് കയറിയ ഒരു ഫീലായിരുന്നു. ചെറിയൊരു കുഞ്ഞു മൊട്ടുസൂചി, ആണി എന്ന് പറയാൻ പറ്റില്ല, മൊട്ടുസൂചി തറച്ച് കയറിയൊരു പെയിനായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പാനിക്കായിപ്പോയി. പിന്നെ വണ്ടിയൊക്കെ അവിടെ വെച്ചു. ധന്യരെ വീട്ടിൽ വെച്ച് ഞാൻ വായൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാണ് ഇറങ്ങിയത്.
എന്ത് കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു. എന്തോന്നാണ് എൻ്റെ മുഖത്താണ് കുത്തു കിട്ടിയതേ. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ചത്തുപോവോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു. പക്ഷേ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ വർക്ക് നടക്കുന്ന സ്പോട്ടിലെത്തി. അപ്പോൾ ഇവിടെ വേണം നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പായിട്ട് ജ്യൂസ് ഐറ്റംസ് എന്തെങ്കിലും കഴിച്ചിട്ട് വർക്കിന് കയറാമെന്ന് കരുതി. വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഒന്നും കഴിക്കാതെ കയറിപ്പോയി കഴിഞ്ഞാൽ ശരിക്കും തളരും. ആദ്യം നമ്മൾ ലൊക്കേഷൻ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. കാരണം അത് നല്ല ഉയരത്തിലിരിക്കുന്ന ഒരു സ്പോട്ടായിരുന്നു. പിന്നെ അതുവഴി വണ്ടി പോകുമെന്നൊരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു തേരിയിൽ വണ്ടി കയറുമോ എന്നുള്ളൊരു ടെൻഷൻ. പിന്നീടാണ് പറഞ്ഞത് ഇല്ല വേറെ വഴിയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ വേറെ വഴി കൂടെയൊക്കെ വന്ന് ബ്രൈഡിനെയൊക്കെ റെഡിയാക്കി 2 ദിവസത്തെ വെഡ്ഡിങ് മേക്ക് ഓവറാണ് നമ്മൾ ഏൽപ്പിച്ചിരുന്നത്. തലേ ദിവസമാണ് ഈ പോയത് കേട്ടോ. അങ്ങനെ ചെന്നു, ആൾ റെഡിയാക്കി, നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഫുഡ് കഴിക്കാൻ കയറണം. ചെറിയ രീതിയിൽ വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജ്യൂസ് കുടിച്ചിട്ട് കയറിയത് വളരെ നന്നായി. അല്ലെങ്കിൽ നമ്മൾ തള്ളിപ്പോയേനെ കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. കണ്ണണ്ണൻ ചോറ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞിരുന്നത്. ഞാനും ധന്യയും കൂടി ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞിരുന്നത്. കാരണം ചോറെടുത്ത് നമ്മൾ ഫുള്ള് തിന്ന് തീർക്കത്തില്ലെന്ന് നമുക്ക് തന്നെ അറിയാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുക തന്നെ ഈ ഫുഡ് നമ്മളിപ്പോൾ വാങ്ങിച്ചത് ഒരു ഫുഡാണ്, അതായത് ഒരു ഫ്രൈഡ് റൈസാണ്. കാരണം അത്രയും നമ്മൾ തിന്ന് തീരത്തില്ല. അപ്പോൾ അവൾ ഞാൻ പകുതിയായിട്ടാണ് എടുത്തത് കേട്ടോ. എന്നിട്ടും അതിൽ ബാക്കിയുണ്ടായിരുന്നു. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇറിറ്റേഷൻ ആവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒട്ടും വയ്യാതിരിക്കുമ്പോഴാണ് ഈ ഒരു എഡിറ്റിങ് കേട്ടോ. ഇപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്തില്ലെങ്കിൽ നടക്കത്തില്ല. പിന്നെ പോകും വഴി നമ്മൾ കുറച്ച് മുട്ടായിയൊക്കെ വാങ്ങിച്ച് ബാഗിനകത്ത് ഇട്ടിട്ടാണ് പോയത്. കാരണം എനിക്ക് വണ്ടി ഇരിക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോൺ നോക്കാൻ പറ്റത്തില്ല. അതൊരുപാട് പേർക്ക് അങ്ങനെയാണ്. റണ്ണിങ്, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇരുന്ന് ഫോൺ നോക്കാൻ പറ്റത്തില്ല. അതുകൂടാതെ തന്നെ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും. ഫോൺ നോക്കിയില്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി വരും. അതുകൊണ്ട് കുറച്ച് മുട്ടായിയൊക്കെ കരുതിയിരുന്നേ. ഇനി നമ്മൾ നേരെ പോകുന്നത് പിറ്റേ ദിവസം ദീപാവലി. അപ്പോൾ ദീപാവലിക്ക് വേണ്ടിയിട്ടുള്ള പടക്കങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് മുമ്പും നമ്മൾ ദീപാവലിയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഇങ്ങനെ ഈ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്ന, അതായത് പടക്കങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് പോയി നമ്മൾ പടക്കം വാങ്ങിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. കഴിഞ്ഞ തവണ ഞാൻ ഒരു 700 രൂപയ്ക്കോ എങ്ങാണ്ട് ആദ്യം പടക്കം വാങ്ങിച്ചു. പിന്നെ അത് പെട്ടെന്ന് തീർന്നു കേട്ടോ. കണ്ണ് തുറക്കുന്ന സമയം കൊണ്ട് തീർന്നു പോയി. അങ്ങനെ മോനോട്ടം പിന്നെയും കിടന്ന് കരച്ചിലും ബഹളമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ തൊട്ടടുത്തുള്ള കടയിൽ പോയി വീണ്ടും വാങ്ങിക്കേണ്ടി വന്നു. രാത്രി ഒരു 8-8:30 മണിയായപ്പോഴത്തേക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേണ്ട, ഇത്തവണ നമുക്ക് കുറച്ച് ബൾക്കായിട്ട് എടുക്കാം. അവനും ഏജായി വരെയില്ലേ, അപ്പോൾ അവനും ഇതൊക്കെ ആസ്വദിക്കാനുള്ളൊരു സമയമാണ്. അങ്ങനെ വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലെത്തിയത്. നമുക്ക് ഈ ഒരു സ്ഥലം വരുന്നത് പാലോട് നിന്ന് കുറച്ച് അകത്തോട്ടാണ് കേട്ടോ. എന്തായാലും പറയണം, നമുക്ക് നല്ല ലാഭത്തിന് കിട്ടി. നമ്മൾ പക്ഷെ നോക്കിയെടുക്കണം. നമുക്ക് പല ഐറ്റംസ്, അതായത് കഴിഞ്ഞ വർഷത്തെ പടക്കങ്ങളല്ല ഈ വർഷം ഉള്ളത്. അതിനേക്കാളും വ്യത്യസ്തമായി എന്തോരം സംഭവങ്ങൾ നമ്മളവിടെ കണ്ടെന്നറിയാമോ. അപ്പോൾ ഞാൻ കൂടുതൽ വർണ്ണങ്ങൾ ഞാൻ മാത്രമല്ല ധന്യായാലും വർണ്ണങ്ങളെ എടുത്തിട്ടുള്ളൂ. പടക്കങ്ങൾ വളരെ ഇല്ല, സൗണ്ട് കേൾക്കുന്ന പടക്കങ്ങളെ എടുത്തിട്ടില്ല. കൂടുതൽ വർണ്ണങ്ങളാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ചേട്ടനാണ് നമുക്ക് എടുത്ത് തന്നത്. കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ വയ്ക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ലാഭം തന്നെയാണ്. ഈ തമിഴ്നാട്ടിലായാലും നമുക്ക് നല്ല ലാഭത്തിന് കിട്ടും. ഇവിടെയാണെങ്കിലും നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ. ഈ തമിഴ്നാട് എത്രത്തോളം ലാഭമെന്ന് എനിക്കറിയത്തില്ല, നല്ല ലാഭത്തിന് കിട്ടും. ശിവകാശി അവിടെയൊക്കെ ഉണ്ടല്ലോ, നല്ല ലാഭത്തിന് കിട്ടുമെന്നറിയാം. ഇവിടെ നമുക്ക് ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിച്ച സാധനങ്ങളും ഇത്തവണ വാങ്ങിച്ച സാധനങ്ങളോട് കമ്പയർ ചെയ്യുമ്പം എന്തോരം ലാഭം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ 2 പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മത്താപ്പ് 100 രൂപയ്ക്കാണ് കിട്ടണത്. ഇതിപ്പോൾ ഒരു ബോക്സൊക്കെ 100 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്ത് വ്യത്യാസം ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആദ്യം ഞാൻ 1000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. പിന്നീട് ധന്യ വാങ്ങിച്ചപ്പോഴത്തേക്കും 2000 1500 അങ്ങനെ കണ്ടാണ് വാങ്ങിച്ചത് കേട്ടോ. 2000 അങ്ങനെ കണ്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ വീണ്ടും
1000 കൂടെ പർച്ചേസ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ 2000 രൂപയുടെ പടക്കങ്ങളാണ് വാങ്ങിച്ചത്. അത്രത്തോളം പടക്കങ്ങൾ വാങ്ങിച്ചു കേട്ടോ. വെച്ചിട്ട് തീരാത്ത രീതിയിലാണ് ഞാൻ പടക്കങ്ങൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ചത്. അതേപടി തന്നെ വാങ്ങിച്ചു. കാരണം മോനൂട്ടന് അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം. സൂക്ഷിച്ചും കണ്ടുമേ ഈ പരിപാടിയിലോട്ട് ഇറങ്ങാവൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ടെൻഷനുകളും പേടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും വർണ്ണങ്ങളാണല്ലോ വാങ്ങിച്ചതെന്നുള്ള സമാധാനത്തിൽ നമ്മൾ കുറേ ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇട്ടാ പൊട്ടിയ അങ്ങനെ ആ സംഭവം ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇടുമ്പോഴത്തേക്കും പൊട്ടണത് എനിക്കത് ഇഷ്ടമായിരുന്നു. പക്ഷെ അത് മാത്രം ഇല്ലായിരുന്നു, ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പുതിയ ഐറ്റങ്ങൾ. ഇത് എന്താ പെപ്സി എന്തോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതും നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത പുതിയതെന്ന് പറയുന്നത് ഇതായിരുന്നു. ഇത് ഞാൻ എടുത്തിരുന്നില്ല, കാരണം ഇത് ഒരു പീസ് കണ്ട് 200 രൂപ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കണ്ട എന്ന് കരുതി ഞാനതങ്ങ് മാറ്റി വെച്ചു. അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തായിരുന്നേ. പിന്നെ അത് മാത്രമല്ല ഐറ്റംസും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അത് എടുക്കണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ. ഇതിപ്പോൾ ധന്യ വാങ്ങിച്ചു. ധന്യ സ്ഥിരം ഇവിടെ വാങ്ങിക്കുന്ന ആളാണ്. കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയാണ് വാങ്ങിച്ചത്, കണ്ണെണ്ണം വന്ന്. ഈ വർഷം അങ്ങനെ ഞാനും കൂടെ പറഞ്ഞു എനിക്കും കൂടെ വാങ്ങിക്കണം, അപ്പോൾ നിങ്ങൾ പോകണമെങ്കിൽ എനിക്കൂടെ വാങ്ങിക്കാൻ. അപ്പോൾ ഭാഗ്യത്തിന് നമുക്കിവിടെ ഒരു വർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് എനിക്കും കൂടെ വരാൻ വേണ്ടിയിട്ട് പറ്റിയേ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു. നെക്സ്റ്റ് ടൈം നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബൾക്കായിട്ടൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹോൾസെയിൽ കടകളിൽ വന്ന് എടുക്കുക. ഇത് മയിൽപ്പീലി കണക്കിരിക്കുമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ഹിറ്റായത്. പിന്നെ അത് എൻ്റെ കയ്യിൽ വേറൊരു സാധനം ഇരുന്നില്ലേ, അത് കൂണിൻ്റെതാണ്. ഞാൻ എടുത്തില്ല. മയിൽപ്പീലിയുടേത് വലുതുകൊണ്ട് ചെറുതുകൊണ്ട്. ഞാൻ ചെറിയ സൈസ് നോക്കിയാണ് എടുത്തത്. വലുത് എനിക്ക് തോന്നുന്നു 200 രൂപ അങ്ങനെ കണ്ടായിരുന്നു. ചെറുത് 150-100 രൂപയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കിവിടെ കൊണ്ടുവന്ന് കത്തിച്ചപ്പോഴത്തേക്കും അതിൽ 3 സൈഡ് മാത്രമേ വന്നുള്ളൂ, 4ാമത്തെ സൈഡ് വന്നിരുന്നില്ല. അതെന്തോ കത്തിച്ചതിൽ മിസ്റ്റേക്കാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ നിന്ന് ഞാൻ കമ്പം വരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കമ്പം വയ്ക്കണേൽ എനിക്ക് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ കമ്പം വാങ്ങി, ഞാനും കമ്പം വാങ്ങി. എനിക്ക് കമ്പം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മൈൻഡിൽ അത് അമ്പലങ്ങളിലൊക്കെ വയ്ക്കുന്ന കമ്പമാണ് എന്നുള്ളത് എനിക്ക് എന്തോ അത്രയ്ക്കങ്ങ് ഇതായിട്ടില്ല. ഞാൻ പറയില്ല, എനിക്കിതിൻ്റെ നോളേജ് വളരെ കുറവാണ്. പക്ഷെ കമ്പമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് പോയത് കേട്ടോ. അങ്ങനെ പിന്നെ വസൂട്ടിന് ഒരു കുഞ്ഞു തോക്കും പൊട്ടാസും കൂടെ വാങ്ങിച്ചു. ഇത് ഇഷ്ടമാണ്. അപ്പോൾ അവനിത് വെച്ച് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പുതിയ ഐറ്റംസ് ഇല്ലേ, അതാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. പിന്നെയും അടുത്ത പുതിയ ഐറ്റംസിൽ ചേട്ടൻ തപ്പുന്നുണ്ടായിരുന്നു. കണ്ടിട്ടും വാങ്ങിച്ചിട്ടും തീരാത്ത രീതിയിലായിരുന്നേ. പൂത്തിരിയൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തായിരുന്നു. കാരണം പൂത്തിരി വെച്ചാണ് എല്ലാം കത്തിക്കുന്നത്. പക്ഷേ ചെറിയ പൂത്തിരികൾ നിങ്ങൾ വാങ്ങിക്കരുതേ. ചെറിയ പൂത്തിരികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ കുറേ ചെറിയ പൂത്തിരികളായിപ്പോയി. പക്ഷെ നീളം കൂടിയ പൂത്തിരികളാണെങ്കിൽ അവർ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. 2 കവർ നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തത് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പിന്നെ ഇനി വീട്ടിലോട്ട് പോകണം. അപ്പോൾ വസൂട്ടിനെ ഇതിപ്പോൾ കാണിക്കുന്നില്ല, ഇത് ഒളിപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ ധന്യയുടെ വീട്ടിലോട്ടാണ് ആദ്യം പോയത്. കാരണം റോസി പട്ടിക്കുട്ടി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ റോസിയെ എടുത്തുകൊണ്ട് ധന്യയ്ക്ക് കോട്ടുകുളത്ത് പോകണം, കാരണം പിറ്റേ ദിവസം വർക്കുണ്ട്. അപ്പോൾ അവളെ വീട്ടിൽ റോസിയെ ആക്കും. അപ്പോൾ പിറ്റേ ദിവസം വർക്കുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ വരുമ്പോഴത്തേക്ക് ലേറ്റാവും കേട്ടോ. അതുകൊണ്ട് റോസി ഇവിടെ ഒറ്റയ്ക്കായി പോവും. അങ്ങനെ ശ്രീകുട്ടിയെ അവളെ വീട്ടിലാക്കി. അപ്പോൾ റോസിയെ കൂടെ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അപ്പോഴും റോസിയെ കാണുന്നത്. റോസിയെ ഇങ്ങനെ വാങ്ങിച്ചു എന്നൊക്കെ ഞാൻ അറിയും, ഡീറ്റെയിൽസൊക്കെ അറിയും. പക്ഷേ റോസിയെ അന്നാണ് ഞാൻ കാണുന്നത്. അയ്യോ എന്തൊരു ക്യൂട്ടാണെന്നറിയാമോ. നമ്മൾ ഈ എന്താ പറയുക, പാവക്കുട്ടികളെ കാണൂലേ, അതേപടിയാണ് കേട്ടോ. ഉണ്ടക്കണ്ണു നല്ല ക്യൂട്ടായിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. പക്ഷെ നല്ല റേറ്റായതാണ്, നല്ല അത്യാവശ്യം റേറ്റുണ്ട്. ഇപ്പോൾ പിന്നെ പട്ടിക്കുട്ടികളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ടോമിയെ ഓർമ്മ വരെ. ടോമി ഈ ഇടയ്ക്കാണ് 1 മന്തായി അവൻ ചത്തുപോയിട്ട്. അപ്പം ചത്തുപോയി എന്ന് പറയാൻ പോലും തോന്നൂല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു പട്ടിക്കുട്ടിയായിരുന്നു. പോമറേനിയനായിരുന്നു. അപ്പോൾ അത് ഏതാണ്ട് 12-13 വർഷത്തോളമായി അതങ്ങനെ പോയി. പോമറേനിയൻ കാറ്റഗറിയിൽ വരുന്ന പട്ടിക്കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും കേട്ടോ. അപ്പോൾ സാരമില്ല.
പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയപ്പോഴത്തേക്കും പൊന്നു വിളിച്ചിരുന്ന്, ചേച്ചി ഇവിടെ ഭയങ്കര മഴ, എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പേടിയെന്ന് പറഞ്ഞ്. അപ്പോൾ ആട്ടോ വിളിച്ച് വരാൻ പറഞ്ഞപ്പോൾ ആട്ടോകളൊന്നും ഇല്ല ചേച്ചി, എല്ലാ ആട്ടോകളും ഒതുക്കിയെന്ന് തോന്നുന്നു, ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറയും എങ്കിൽ പിന്നെ നീ അവിടെ നിൽക്കി, ഞാൻ കുടയും കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഇടി വെട്ടുന്നുണ്ടായിരുന്നു. നിങ്ങളിതിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എടുക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നല്ല ഇടി വെട്ടായിരുന്നേ. അങ്ങനെ ഞാൻ പതുക്കെ ഇറങ്ങി. ഞാൻ ഈ സ്കൂട്ടിയിൽ ചീറിപ്പാങ്ങിയൊക്കെ മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും പാതിരാത്രി ആണെങ്കിലും പോവും. പക്ഷെ നടന്ന് പോകണം എന്ന് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയാണ് കേട്ടോ. നടക്കാൻ എനിക്ക് ഇച്ചിരി പേടിയാണ്, അതും ഇങ്ങനെ ഈ ഒരു സമയത്ത്. പിന്നെ എനിക്ക് അങ്ങ് എത്തണമല്ലോ, അപ്പുറത്തെ സൈഡിൽ എത്തണം, പൊന്നുവിനെ വിളിക്കണം എന്നുള്ളതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അങ്ങ് നടക്കാൻ തുടങ്ങി. റോഡ് എത്താറായപ്പോൾ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമാധാനം വന്നു കേട്ടോ. അതുവരെ ഞാൻ ഇരുട്ടിൽ തപ്പിയിട്ടാണ് വന്നത്. എങ്ങാറാം മൂടിൽ റോഡിൻ്റെ പണി തുടങ്ങിയതിന് ശേഷം പൊന്നു ഇപ്പോഴാണ് അതുവഴി വരുന്നത്. അതുകൊണ്ട് തന്നെ പൊന്നുവിന് പുതിയ ഏരിയയിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്കും റൂട്ട് മാറ്റിയാണ് വിടുന്നത്. സമന്വയ നഗർ വഴി ത്രിവേണി ജംഗ്ഷൻ വഴിയൊക്കെയാണ് വിടുന്നത്. അതുകൊണ്ട് അവൾ കുറച്ച് നേരം ഏതൊക്കെ സ്ഥലത്തൂടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇറങ്ങുന്ന, അതായത് പണ്ട് ഇറങ്ങിയിരുന്ന സമയത്തിനേക്കാളും എത്തിയിരുന്ന സമയത്തിനേക്കാളും ഒരുപാട് ലേറ്റായാണ് നമുക്കിപ്പം ഈ റൂട്ട് വരുമ്പോഴത്തേക്കും എത്തുന്നത് കേട്ടോ. പൊന്നൂനെയും കാത്ത് അവിടെ വസൂട്ട ഇരിക്കുകയാണ്. പൊന്നു വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസൂട്ടിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവളുടെ അടുത്ത് കാര്യം പറയാനും അവളുടെ അടുത്ത് കിടന്നുറങ്ങാനുമാണ് അവൻ കാത്തിരിക്കുന്നതേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പൊന്നൂനെ വിളിച്ചിട്ട് വരട്ടെ, മഴയത്ത് നീ വരണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി കിണുങ്ങലൊക്കെ ഉണ്ടായിരുന്നു. പോരാത്തിന് അവിടെ കറണ്ട് ഇല്ലായിരുന്നു ഞാൻ ഇറങ്ങിയ സമയത്ത്. ഞാൻ എത്തിയ സമയത്ത് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പൊന്നൂന് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ല കേട്ടോ, പണ്ടത്തെ കണക്ക് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പിന്നെ മുഖത്തെ പാടൊക്കെ നല്ല രീതിയിൽ പാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി സ്കിൻ റുട്ടീനൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. മറ്റത് പിമ്പിൾസൊക്കെ വരുമായിരുന്നു, നിറയെ പാടായിരുന്നു. ഇപ്പോൾ അവൾ കെയറൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മാർക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അവളെ മുഖത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ ഒരു 6 മാസം കൊണ്ടാണെന്ന് തോന്നുന്നു മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ, അതായത് ചെറിയ സ്പോട്ടുകളോടെ ഇനി മാറാൻ വേണ്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് അവൾ നോക്കി അത് നല്ല രീതിയിൽ ഭംഗിയാക്കി എടുത്തായിരുന്നേ. അത് ഞാൻ അവിടുത്തെ പറയുന്നുണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ എനിക്ക് വലിയ രീതിയിൽ വിശപ്പൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തായാലും ചോറും കറികളൊക്കെ ഇരിക്കണം, അല്ലെങ്കിൽ അത് പഴയി പോവും. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞണ്ട് കറിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞായിരുന്നല്ലോ, ഞണ്ടാണ് മേടിച്ചുകൊണ്ട് വന്നിരുന്നത്. കുഞ്ഞ് ഞണ്ടുകൾ, വളരെ കുഞ്ഞ് ഞണ്ടുകൾ. അപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ എടുത്ത് കളയണ്ടേ എന്ന് വിചാരിച്ച് പിന്നെ ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നേ, പൊന്നൂനും കൊടുക്കാൻ വേണ്ടിയിട്ട്. പൊന്നൂന് വേണ്ടിയിട്ട് അമ്മ വെറും പുളി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറും പുളി. അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു. വെറും പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളി പിഴിഞ്ഞ് കടുക് വറുത്ത് ഇടുക, അതായത് ഉള്ളി തോരെ ഇടണം കേട്ടോ. കടുക് വറുത്തിടുമ്പം അത് ആ ഒരു സ്റ്റൈലിൽ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യേ ഇതാണെന്ന്. പക്ഷേ അതൊന്ന് കുടിച്ച് നോക്കണം, നല്ല ടേസ്റ്റ്. പൊന്നു വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട്, വെളുപ്പിനെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊന്നു വന്നത്. പൊന്നു ഇങ്ങനെ, അതായത് ഇങ്ങനെ നല്ല തിരക്കുള്ള സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊന്നുവിനോട് നമ്മൾ ഡേറ്റ് നേരത്തെ പറയും. അപ്പോൾ പൊന്നു വരാറുണ്ട്. അങ്ങനെ ഇത്തവണയും അവൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.